ഒരാളെ കാണുമ്പോൾ ഓക്കെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു, നമ്മൾ അങ്ങോട്ട് ചോദിക്കണമല്ലോ ഹൗ ആർ യു, സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ അതിനെ ചോദിക്കുമ്പോഴും നമുക്ക് ഫോർമൽ രീതിയുണ്ട്, ഇൻഫോർമൽ രീതിയുണ്ട്. നമുക്ക് അതേ ഫോർമൽ വെച്ച് ചോദിക്കാം. വി ഗേറ്റസ് ഈനൻ. ഇതിൻ്റെ ഇംഗ്ലീഷ് കറക്റ്റ് ട്രാൻസ്ലേഷൻ ചോദിക്കുവാണെങ്കിൽ ഹൗസ് ഇറ്റ് ഗോയിങ്, എങ്ങനെ പോണു. ഓക്കെ, അപ്പോൾ വി ഗേറ്റസ് ഈനൻ. അപ്പോൾ അതിൽ പറയാം താങ്ക് യു, മീ ഗേറ്റസ് സേർ ഗുഡ്, എനിക്ക് നല്ലതായിട്ട് പോണു. അല്ലെങ്കിൽ അത്ര വേണ്ട, സെൻറ്റൻസ് പറയണ്ട, ദാങ്ക് ഗുഡ്, കുഴപ്പമില്ലാണ്ട് പോണു. ഈ ബ്രിട്ടീഷ് ആൾക്കാരുണ്ടല്ലോ, നമ്മളിങ്ങനെ ചോദിച്ചു തരുമ്പോൾ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ലൈഫ് ഹിസ്റ്ററി പറയും, അയ്യോ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ. ഇവിടെ അങ്ങനെയല്ല, ഇവർ ജസ്റ്റ് ഒരു ഫസ്റ്റ് അവർക്ക് സ്മോൾ ടോക്ക് താല്പര്യമില്ല. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു പൊളൈറ്റ്നെസ്, മാനേഴ്സ് കാണിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് അത്. നമ്മൾ കുഴപ്പമില്ല, താങ്ക് ഗുഡ്, കഴിഞ്ഞു. പക്ഷേ അത് ചോദിക്കുമ്പോൾ നമുക്കൊരു മാനേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, തിരിച്ച് ചോദിക്കണം. അപ്പോൾ എന്ത് ചോദിക്കും, und ihnen. അതിന് വലിയ വരുന്നത് എസ്കേറ്റ് ദാങ്കെ. എസ്കേറ്റ് ദാങ്കെ എന്ന് പറയുമ്പോൾ സെയിം മീനിങ്, കുഴപ്പമില്ലാണ്ട് പോകുന്നു, താങ്ക് യു. അത് കഴിഞ്ഞ് und ihnen, ഈനെൻ. ഓക്കെ, നിങ്ങൾക്കോ അപ്പോൾ എന്താ പറയുക, താങ്ക് മിയ ഗേറ്റസ് ഔക്ക് ഗുഡ്, താങ്ക് യു, എനിക്കും കുഴപ്പമില്ലാണ്ട് പോണു. അപ്പോൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലേ, മാക്സിമം ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ സത്യം പറഞ്ഞത് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ കുറച്ച് ഒരു ഡേ 5-6 ഒക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇതെന്താ ഇങ്ങനെ എഴുതിക്കണമെന്നാണ് ഇപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നോക്കുമ്പോൾ എന്താ കുറേ വേർഡ്സൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, കുറച്ചൊക്കെ എന്തോ ഇംഗ്ലീഷായിട്ട് കുറച്ച് ഇതുണ്ട്, വേറെ ഇതെന്ത് ഭാഷയാണെന്നേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ എല്ലാം ഭാഷ പോലെ ടൈം എടുത്ത് പഠിച്ച് പതുക്കെ മനസ്സിലായി വരുമ്പോഴാണ് നമുക്ക് ഈ ഭാഷ സുഖമായിട്ട് വരുന്നത്. അതാണ് എത്ര ഞാൻ സിമ്പിളാക്കാൻ പറ്റുമോ അത്ര സിമ്പിളാക്കിയിട്ടാണ് ഞാൻ പഠിപ്പിച്ചേക്കുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് ചോദിക്കാം വി ഗേറ്റസ് ഡിയർ, എങ്ങനെ പോണു, അല്ലെങ്കിൽ ഷോർട്ട് വി ഗേറ്റ്സ്, സുഖമാണോ, സെയിം മീനിങ്. അപ്പോൾ നമുക്ക് താങ്ക് യു സേർ ഗുഡ്, താങ്ക് യു ഗുഡ്, താങ്ക് യു ഗുഡായിട്ട് പോകണു, താങ്ക് യു വെരി ഗുഡായിട്ട് പോകണു. ഓക്കെ, അല്ലെങ്കിൽ എസ് ഗേറ്റ്, കുഴപ്പമില്ലാണ്ട് പോകണു. ദാങ്കെ എപ്പോഴും ചിന്തിക്കുക, ദാങ്കയും ബിറ്റയും ആണ് മെയിൻ സംഭവം. അതില്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പാടാന്നല്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഈ മാനറിസം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഓൾവേസ് റിമെമ്പർ ബിറ്റയും ദാങ്കയും എപ്പോഴും യൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് und ഡിയർ ആൻഡ് യു. ഫോർമൽ വന്നപ്പോൾ und ihnen ആയിരുന്നല്ലോ, ഇൻഫോർമൽ വന്നപ്പോൾ und ഡിയർ. അപ്പോൾ എന്താ പറയുക, താങ്ക് യു മിയ ഗേറ്റ്സ് ഔക്ക് ഗുഡ്, അല്ലെങ്കിൽ മിയ ഗേറ്റ്സ് ഔക്ക് ഗുഡ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ്ലി പറയാം. ഇനി താഴെ എഴുതിയാണ് കുറച്ച് അഡ്ജക്റ്റീവ്സാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സേർ ഗുഡ്, നല്ലതായിട്ട് പോണു, വണ്ടർഫുള്ളായിട്ട് പോണു, ഗുഡ് കുഴപ്പമില്ല. സുലാല എന്ന് പറയുമ്പോൾ വലിയതായിട്ട് നല്ലതായിട്ടൊന്നും പോണില്ല, എന്നാലും ചീത്തയായിട്ട് മുകളിൽ മിഡിലായിട്ട് പോകണു. അല്ലെങ്കിൽ എസ്കേറ്റ്, ഇറ്റ്സ് ഓക്കെ, ആ ഒരു ഇതിൽ. നിഷ് സോ ഗുഡ്, ഓഫ് നോട്ട് സോ ഗുഡ്, ഗുഡ് ഒന്നായിട്ട് പോകണില്ല. ഷിലൈറ്റ് ബാഡായിട്ട് പോവുക. സാഷ്ലൈറ്റ് വളരെ ചീത്തയായിട്ട് പോകും, വളരെ മോശം സമയം എന്ന് പറയത്തില്ലേ സാഷ്ലൈറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എപ്പോഴും കുഴപ്പമില്ലാണ്ട് പോകാമെന്നൊക്കെ പറയാൻ നോക്കുക. ഇനി അതല്ല ഷ്ലെക്റ്റൊക്കെയാണെന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ സെൻറ്റൻസൊക്കെ ഓർത്ത് വയ്ക്കുക. ബിക്കോസ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും അയ്യോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ചിലപ്പം പഠിച്ച് വയ്ക്കുക. ഓക്കെ, സോ ഇതാണ് ബേസിക് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കേണ്ടത്.